മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതിയ വാർത്താ ചാനൽ കൂടി സംപ്രേഷണം ആരംഭിക്കുകയാണ്. ന്യൂസ് മലയാളം 24/7 എന്ന ഈ ന്യൂസ് ചാനൽ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും വാർത്തകൾ കൈകാര്യം ചെയ്യുമെന്ന പ്രതീക്ഷ ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ. മലയാള മാധ്യമ രംഗത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഇങ്ങേ തലക്കലത്തെ കണ്ണിയാണ് ഈ പുതിയ ന്യൂസ് ചാനൽ. 177 വർഷങ്ങൾക്ക് മുൻപ് രാജ്യസമാചാരം എന്ന പേരിൽ അച്ചടിക്കപ്പെട്ട പത്രത്തിൽ തുടങ്ങുന്നതാണ് മലയാള മാധ്യമങ്ങളുടെ ചരിത്രം. പിന്നീട് എത്രയോ പത്രങ്ങൾ അച്ചടിക്കപ്പെട്ടു, അവയിൽ പലതും നിന്നുപോയി. എന്നിരുന്നാലും ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുടെ നാടാണ് കേരളം എന്നത് അഭിമാനകരമാണ്. നൂതന സാങ്കേതിക വിദ്യയുടെ വരവോടെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ദൃശ്യമാധ്യമ രംഗം ഇന്ന് ഓഗ്മെൻ്റ് റിയാലിറ്റിയിലും വെർച്വൽ റിയാലിറ്റിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുമെല്ലാം എത്തി നിൽക്കുന്നു. ഇവയുടെ ഗുണങ്ങളെ ഉൾക്കൊള്ളാനും ദോഷങ്ങളെ തള്ളിക്കളയാനും ന്യൂസ് മലയാളം 24/7 കഴിയണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ പാരമ്പര്യം സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും വളരാൻ കഴിയുന്ന മികച്ച സാധ്യതകളുള്ള നാടാണ് കേരളം എന്നതാണ്. എന്നാൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്രകാരം വളർന്ന് പന്തലിക്കുമ്പോഴും അവയിൽ ഒന്നുപോലും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച സ്ഥാപനമെന്ന ഖ്യാതി നേടുകയോ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. അതെന്തുകൊണ്ടാണ് എന്നത് കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ദൈവം തെറ്റ് ചെയ്താലും താൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് ധൈര്യസമേതം പറഞ്ഞ സ്വദേശാഭിമാനിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന എത്ര മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇന്നിവിടെയുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് പോകട്ടെ, കോർപ്പറേറ്റ് വർഗീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കുന്ന രീതി പോലുമുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിൽ ഓരോ പുതിയ മാധ്യമ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോഴും കേരള സമൂഹം ഉറ്റുനോക്കുന്നത് അത് ഇപ്പോഴുള്ളവയിൽ നിന്ന് എപ്രകാരം വേറിട്ടും ഉയർന്നു നിൽക്കുമെന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ആരംഭിക്കുന്ന എല്ലാ പുതിയ മാധ്യമ സംരംഭങ്ങളെയും തുടക്കത്തിൽ വലിയ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും മലയാളികൾ സമീപിക്കുന്നത്. എന്നാൽ പതിയെ പതിയെ ആ പ്രതീക്ഷയും ആവേശവും കെട്ടടങ്ങുന്നതായാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? ഒറ്റവാക്കിൽ വിശ്വാസ്യത കുറവ് എന്നുത്തരം പറയാം. നീണ്ട ചരിത്രവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റേതുൾപ്പെടെ സമ്പുഷ്ടമായ പാരമ്പര്യവും അവകാശപ്പെടാനുള്ള മലയാള മാധ്യമ ലോകത്തിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് കുറഞ്ഞത്? വാർത്തകളേക്കാൾ ഉപരി വ്യക്തികളിലേക്കും വിഷയങ്ങളേക്കാൾ ഉപരി വിവാദങ്ങളിലേക്കും വിചാരങ്ങളേക്കാൾ ഉപരി വികാരങ്ങളിലേക്കും തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ ദിനപത്രങ്ങളെയും വാർത്താ ചാനലുകളെയും ഒക്കെ വിവരങ്ങൾ അറിയാനുള്ള ഉപാധി എന്നതിനേക്കാൾ ഉപരി വിനോദത്തിനുള്ള ഉപാധിയായി ഇന്ന് ആളുകൾ കാണുന്നു. വിവരങ്ങൾ അറിയാൻ ആളുകൾ തങ്ങളുടേതായ മാർഗങ്ങൾ തേടിപ്പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് മാധ്യമ സ്ഥാപനവും മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതാണ് ആത്യന്തിക സത്യമെന്ന് ആരും കരുതുന്നില്ല. മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ജനം അത് അംഗീകരിക്കും. മറിച്ച് വസ്തുതയെ വളച്ചൊടിക്കുകയോ കള്ളം പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ജനം അതിനെ വെറുത്തു തുടങ്ങും. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. നിലവിലെ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് വലിയ പാരമ്പര്യമുള്ള മാധ്യമങ്ങൾ ശോഷിക്കുന്നുവെന്നും പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന ചെറുകിട മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവയേക്കാൾ കൂടുതലായി ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നുമാണ്. മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമല്ല
മാധ്യമപ്രവർത്തകരും ഒരു കാര്യം ഓർത്തു വെക്കണം. ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ വിമർശനം വസ്തുനിഷ്ഠമായിരിക്കണം. അല്ലെങ്കിൽ അത് വ്യക്തി അധിക്ഷേപമായി തരം താഴും. അതിനെതിരെ ജാഗ്രത പുലർത്തുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പൊതുസമൂഹത്തിനുണ്ട് എന്നത് ഓർക്കുകയും വേണം. നിങ്ങളും പൊതുപ്രവർത്തകർ എന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൊതുരംഗത്തുള്ളവരിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുന്ന മൂല്യങ്ങൾ മാധ്യമപ്രവർത്തകരിലും ഒട്ടൊക്കെയെങ്കിലും പ്രകടമാവേണ്ടതുണ്ട്. ഉയർന്ന നിലവാരമുള്ള മാധ്യമപ്രവർത്തനം നടത്താൻ ന്യൂസ് മലയാളം 24/7 കഴിയട്ടെ എന്നാശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു.